എന്തൊക്കെ പാടില്ല, എന്തൊക്കെ അനുവദനീയമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒരു ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാനുള്ളത്, മൃഗങ്ങളിൽ നിന്നും അതിന്റെ നാഭി ശക്തമായ തേറ്റപ്പല്ലുള്ള ഒരൊറ്റ മൃഗത്തെയും തിന്നാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ശക്തമായ തേറ്റപ്പല്ലുള്ള സിംഹം, കടുവ, ആന അതുപോലെയുള്ള ജീവജാലങ്ങളും തിന്നാൻ പാടില്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ ശക്തമായ നഖങ്ങളുള്ള ഒരു പക്ഷിയെയും തിന്നാൻ പാടില്ല. അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. പരുന്ത്, പ്രാപ്പിടിയൻ, കഴുകൻ, ചെമ്പോത്ത്, നീർക്കാക്കനത്ത്, ശവകൊത്തി പോലെയുള്ള ഗരുഡൻ, ഇത്തരത്തിലുള്ള പക്ഷികൾക്കൊക്കെയും ശക്തമായ നഖങ്ങളാണുള്ളത്. ഫിഖ്ഹിന്റെ കിതാബുകൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ കിതാബിൽ ഓരോ പക്ഷിയുടെയും പേര് പറഞ്ഞിട്ട് ഇത് ഭക്ഷ്യയോഗ്യം അല്ല, മറ്റത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് പറയുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്നും ഓരോത്തിന്റെയും പേര് പറയുന്നുണ്ട്. സിംഹം, ചെന്നായ, ആന, കുരങ്ങൻ, കുറുക്കൻ, കരടി, പുള്ളിപ്പുലി, വള്ളിപ്പുലി, കഴുതപ്പുലി, പൂച്ച, നീർനായ, മരപ്പട്ടി തുടങ്ങിയ അതിന്റെ വായിൽ ശക്തമായ പല്ല്, അതിന്റെ തേറ്റപ്പല്ലുള്ള ജീവജാലങ്ങളെ തിന്നാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊക്കെയാണ് എന്ന് മുൻകാലത്ത് തന്നെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഓരോ ജീവികളെയും പരിശോധിച്ചിട്ട് അത് അവരുടെ ഗ്രന്ഥങ്ങളിലെ ആ മൃഗങ്ങളുടെ പേരുകളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അത്ഭുതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നികൃഷ്ടമായ ഒരൊറ്റ ജീവിയെയും തിന്നാൻ പാടില്ല. ത്വയ്യിബിന് വിപരീതമായ ഹലാലൻ ത്വയ്യിബൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ത്വയ്യിബിന് വിപരീതമായ ഖബീസായ ഒരൊറ്റ ജീവിയെയും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് കാണാം. കരിവണ്ട്, ഓന്ത്, പല്ലി, ചീവീട്, പുഴു, തവള, മുതല, ആമ തുടങ്ങിയ അതുപോലെ കരയിൽ ജീവിക്കുന്ന ഞണ്ട്, ഇതിനെയൊന്നും തിന്നാൻ പാടില്ല. ഇതൊക്കെ ഖബീസിന്റെ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലൽ നിർബന്ധമായ ചില ജീവികളുണ്ട്, അതിനെയും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് കാണാം. ചെള്ള്, കടന്നൽ, മൂട്ട, പേന്, പാമ്പ്, തേട്, എലി തുടങ്ങിയ കൊല്ലൽ നിർബന്ധമായ ചില ജീവികളുണ്ട്, അതിനെയും തിന്നാൻ പാടില്ല എന്ന് ഇതിന്റെ എല്ലാം അറബ് വാക്കുകൾ, ഈ ഓരോ ജീവജാലത്തിന്റെയും അറബ് വാക്കുകൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ കൊല്ലാൻ പാടില്ലാത്ത ജീവജാലങ്ങളുണ്ട്, അതിനെയും തിന്നാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് മീൻകൊത്തി, പൊന്മ, മരം കൊത്തി, വാവല്, കൂമല്, മയില്, മൂങ്ങ, അതുപോലെ തന്നെ തത്ത തുടങ്ങിയ ജീവജാലങ്ങളെ കൊല്ലാൻ പാടില്ല, അതിനെ തിന്നാനും പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഫിഖ്ഹിന്റെ കിതാബുകളിൽ പൂർവ്വകാലത്ത് തന്നെ അവർ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കി, ഖുർആനിൽ നിന്നും മനസ്സിലാക്കി, ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഓരോ ജീവജാലങ്ങളും ഇത് അനുവദനീയമാണ്, ഇത് അനുവദനീയം അല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തിന്നാവുന്ന ജീവജാലങ്ങളിൽ മൃഗങ്ങളിൽ അയവട്ടുന്ന മൃഗങ്ങളെയാണ് തിന്നുന്നത്. അതിന് അൻആം എന്നാണ് അറബിയിൽ പറയുന്നത്. ആട്, മാട്, ഒട്ടകം എന്നീ വിഭാഗങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ആ മൃഗങ്ങളെ അറുക്കുമ്പോൾ തന്നെ അതിനെ എങ്ങനെയെങ്കിലും കൊന്നു തിന്നാൽ ഹലാലാവുകയില്ല, അത് ചത്തത് തിന്നാൽ ഹലാലാവുകയില്ല. അതിന് ഹലാലായിട്ട് തന്നെയാണ് തിന്നേണ്ടത്. മൃഗം ഹലാലാണെങ്കിലും അതിനെ ഹലാലാക്കി എടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിനാണ് കേടുവരുന്നത്, നമ്മുടെ ശരീരത്തിനാണ് കേടുവരുന്നത്. ചത്ത പോത്തിനെ തിന്നാൻ പാടില്ല, ചത്ത മൃഗത്തെ ഒന്നും തിന്നാൻ പാടില്ല. അതിന്റെ അന്നനാളോ അതിന്റെ ശ്വാസനാളോ നല്ലതുപോലെ അറുത്ത് തല വേർപെടാത്ത രൂപത്തിൽ അറുക്കൽ അത് നിർബന്ധമാണ്, കറാഹത്താണ് തല വേർപെട്ടു പോകല്. അതുപോലെ ചെരിച്ചു കിടത്തി ഇറങ്ങേണ്ട മൃഗങ്ങളുണ്ട്, ആട്, മാട് ഒക്കെയും അതിനെ ചെരിച്ചു കിടത്തിയാണ്
അത് മാത്രമല്ല അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഈ ദുനിയാവിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള മനുഷ്യ ശരീരത്തിന്റെ ആവശ്യമാണ് ഇബാദത്ത്. ആ ഇബാദത്തിന് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച ആദ്യ ഭവനമാണ് കഅബ ശരീഫ്. ആ കഅബ ശരീഫിലേക്ക് ചെരിച്ചു കിടത്തി, അത് മൃഗത്തെ ഇടതുഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി നിങ്ങൾ അറുക്കണമെന്നും അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിർബന്ധമായ കൽപ്പനയില്ല, പക്ഷേ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും അത് ഒരു ബാധ്യതയാണ്, അതൊരു അനുഗ്രഹമാണ്. അതുപോലെ നിങ്ങൾ അറുക്കുമ്പോൾ ഈ മൃഗത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ഓർമ്മ വരണം. അതുകൊണ്ടാണ് നിങ്ങൾ ബിസ്മില്ല ചൊല്ലി അറുക്കണം എന്ന് പറഞ്ഞത്. ഈ ഒരുത്തൻ ബിസ്മില്ല ചൊല്ലി അറുക്കുണ്ടെങ്കിലും അവൻ അറുക്കുന്നവൻ ഈ സൃഷ്ടിയെയും സൃഷ്ടിച്ചത് എന്നെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്ന, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു രക്ഷിതാവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അറുക്കേണ്ടത്. അവർക്കാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത്. ഈ മൃഗത്തെയും എന്നെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണെന്നും ഈ മൃഗത്തെയും എന്നെയും സൃഷ്ടിച്ചവനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയതെന്നും ആ ഖുർആൻ ഏറ്റുവാങ്ങിയവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അറുക്കൽ. അങ്ങനെ അറുത്തിരിക്കൽ നിർബന്ധമാണ്. അതേസമയം അയാൾ ബിസ്മില്ലാഹ് കൂടി പറയല് അത് സുന്നത്താണ്. കാരണം ആ സമയം അവൻ അല്ലാഹുവിനെ ഓർത്ത് അറുക്കുന്നു. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ബഹുമാനിക്കേണ്ട സ്ഥലമായ കഅബയിലേക്ക് തിരിച്ചു അറുക്കുന്നു. ഇതൊക്കെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്, അഥവാ അല്ലാഹുവിന്റെ നിയമമാണ്. ഇതൊരു മനുഷ്യ നിർമ്മിത നിയമം അല്ലേ? അല്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ പരലോകത്തെ പറ്റിയോ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കാത്ത ആളുകൾ ഹലാലെന്ന് കേൾക്കുമ്പോൾ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് തകർക്കണം എന്ന വ്യാമോഹത്തോടുകൂടി കേട്ട ബാധി കേൾക്കാത്ത ബാധി എന്ന വിവരക്കേടുകൾ വിളമ്പുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലേ എന്റെ പ്രിയമുള്ള മുഴുവൻ നമ്മൾ കേൾക്കാറുണ്ട്, ഒരുപാട് കേട്ട് വന്നവരാണ്. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വന്നിരുന്നു, ലൗ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വന്നിരുന്നു. എവിടെ പോയി അവരൊക്കെ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ദജ്ജാൽ വന്നാലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കും. അവസാനത്തെ പ്രവാചകരായിരുന്ന മുൻകാല പ്രവാചകരായിരുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായിട്ട് ഒരു താബിഈയായിട്ട് ഈ ദുനിയാവിൽ ഹക്കമും മുഖ്സിത്തായിട്ട് നീതിമാനായ ഒരു ഭരണാധികാരിയായിട്ട് അവസാനം ദജ്ജാലിനോട് ഏറ്റുമുട്ടാൻ വരുന്നത് തന്നെയായിരിക്കും. അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം എന്നാണോ ഇവിടെ നഷ്ടപ്പെടുന്നത് അന്ന് ഈ ദുനിയാവ് നശിക്കുന്നതാണ്. അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ആളില്ലാത്ത ഒരു കൂട്ടരിലേക്കാണ് ഖിയാമത്ത് നാൾ വരുന്നത്. ലോകം അവസാനിച്ചു വീഴുന്നത്. അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ അന്നത്തെ കാലത്ത് ശിറാറുൽ ഖൽഖായിരിക്കും സംഭവിക്കുന്നത്. അഥവാ ഈ ദുനിയാവിലെ മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകളിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അതുവരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നതാണ്. അതിനെ തകർക്കാനോ തളർത്താനോ ആർക്കും സാധ്യമാവുകയില്ല. പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നേരിടാനുണ്ട്. അതൊക്കെ നാളെ ആഖിറത്തിൽ അതിന്റെ അഹ്ലുകാർക്ക് പ്രതിഫലമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരുപാട് പരിഹാസങ്ങൾ കേട്ട മതമാണ്, ഒരുപാട് കളിയാക്കലുകൾ അനുഭവിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് മനുഷ്യകുലം മുതൽ തുടങ്ങിയതാണ്. ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ ഇന്ത്യ രാജ്യത്ത് വന്ന ആദ്യം വന്ന മനുഷ്യൻ അത് പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ മുസ്ലിം. ആദ്യത്തെ മുസ്ലിം വസിച്ച നാടാണ് നമ്മുടെ ഈ നാട്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്നും എന്നും ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നതാണ്. അല്ലാഹുവിന്റെ ദീനുള്ളിടത്തോളം കാലം അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളും മറുപക്ഷത്തുണ്ടാവും. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കലാണ് അല്ലാഹുവിന്റെ പടപ്പുകളായ
നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയും കടമയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നൊക്കെയും അല്ലാഹു തആല പറഞ്ഞതുപോലെ ഒരു മുഅ്മിനിന് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഒരു മുസ്ലിമിന് അനുഷ്ഠിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. ഒരു വാഹനം പുറത്തിറക്കുമ്പോൾ ആ വാഹനത്തിന്റെ നിർമ്മാതാവ് ഒരു നിയമം വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പാക്കാൻ ആ വണ്ടി നിർത്താൻ ചവിട്ടേണ്ട ഭാഗത്ത് ചവിട്ടിയില്ല എങ്കിൽ അതുപോലെ അത് ചലിക്കാൻ ഒരു സ്ഥലത്ത് ചവിട്ടാനുണ്ട്. ഇത് ചവിട്ടേണ്ട സ്ഥലം മാറിപ്പോയാൽ ആ വണ്ടി അപകടത്തിൽപ്പെടുമെന്ന് ഇതാ ആ വണ്ടി പുറത്തിറക്കിയ ആളുകൾ നിയമം വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആ നിയമം ലംഘിച്ചാൽ അവർക്ക് അപകടം വരുമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെയും എന്നെയും നിങ്ങളുടെയും ശരീരത്തെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച അല്ലാഹുവിന്റെ നിയമമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാം തെറ്റിച്ചു പോയാൽ ഈ സമയമല്ലെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് അപകടമാണ് സംഭവിക്കാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയെല്ലാം നമ്മുടെ അഹലുകാരെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് മരിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.